നമസ്കാരം സുഹൃത്തുക്കളെ. അതായത് ഒരു കഴുകനും സിംഹവും കൂടി എങ്ങനെയാണ് ഇറാന്റെ തല തല്ലി തകർത്തത്. അതായത് കരമാർഗം, അതായത് ഇറാന് ചുറ്റുമുള്ള ഒരു ബേസ് പോലും ഉപയോഗിക്കാൻ അനുവദിച്ചില്ല അറബ് ദേശം. നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ കാണുകയാണ്. 40, 50, 60ഓളം ഡ്രോണുകൾ പറക്കുകയാണ് ചുറ്റുമുള്ള അറബ് ദേശങ്ങളിലേക്ക്. അവരെതിർത്തിട്ട് പോലും ഇത്രയും വലിയ കോംപ്ലക്സ് ഓപ്പറേഷൻ എങ്ങനെയാണ് ഇസ്രായേലും അമേരിക്കയും നടത്തിയത്? ഇതിന് പുറകിലെ കഥകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയി പോയിരിക്കുന്നത്? എങ്ങനെയാണ് ഖമേനിയുടെ വധത്തെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു? അതിനെ പറ്റിയുള്ള വിശകലനം. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ. കോംപ്ലക്സ് ടാർഗറ്റ്, ടൈം ഓൺ ടാർഗറ്റ്, ഒരേ സമയം. അതായത് അമേരിക്കയുടെ ഒരു വശത്ത് എബ്രാഹാം ലിങ്കൻ, മറ്റേ വശത്ത് ജെറാഡ്, ഒന്ന് മെഡിറ്ററേനിയൻ, ഒന്ന് അറേബ്യൻ സീ, രണ്ടും രണ്ടു വശത്താണ് പാർക്കിംഗ്. അതായത് ഒരു താവളം ഒരുക്കിയിരുന്നു. ഇറാനിലേക്ക് വന്നിരുന്ന ഇസ്രായേലിന്റെ F-22, അമേരിക്കയുടെ F-22, F-35 ലൈറ്റ്നിങ്ങും എങ്ങനെയാണ് എങ്ങനെയാണ് വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് കടന്നു കയറിയിരിക്കുന്നത്. ടൈം ഓൺ ടാർഗറ്റ്, അതായത് 6ഓളം നഗരങ്ങളിലാണ് ഒരേ സമയം, ഒരേ സെക്കൻഡിലാണ് ബോംബ് വീണിരിക്കുന്നത്. അതാണ് ഭയങ്കരം. അത് ഏറ്റവും കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജെറാഡ് ഫോൾഡ് ഇട്ടു, വാഷിങ്ടൺ അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സബ്മറീൻസ് നിന്നും ഡിസ്ട്രോയേഴ്സ് നിന്നും F-22 F-35 ബോംബ് ഇടാം, എന്തും ചെയ്യാം. പക്ഷെ ഇതെല്ലാം ഒരേ സമയം ഒരേ സെക്കൻഡിൽ എങ്ങനെ വീണു? അതാണ് ഏറ്റവും വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ചലഞ്ച്. അമേരിക്ക ഇതെങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിച്ചാല് ഒരു കാര്യം പറയട്ടെ. അമേരിക്കയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഓടിച്ചന്ന് മുതൽ ഈ രാജ്യം യുദ്ധത്തിലാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വ്യക്തമാക്കി പറയാം. 9/11, 9/11 ട്രാര് മറന്നാലും ട്രംപ് മറക്കില്ല. ട്രംപിന്റെ മനസ്സിലെ മുറിവാണ് 9/11. ഈ രാജ്യം കോൺസ്റ്റന്റ്ലി ആ ഒരു ഒരുക്കമാണ്. ഒരേ സെക്കൻഡും കൊണ്ട് പല സോഴ്സിൽ നിന്ന്, ഞാൻ വീണ്ടും പറയുകയാണ്, ഡിസ്ട്രോയേഴ്സ് ജെറാഡ് ഫോൾഡിന്നും എബ്രാഹിം ലിങ്കെന്നും 22 ലൈറ്റനിങ്ങും F-35 സബ്മറീൻസ് നിന്നും വന്ന ക്രൂസ് മിസൈലുകൾ ഒരേ സമയം 6ഓളം നഗരങ്ങൾ പല സമയത്താണ് പുറപ്പെട്ടെ. അതാണ് ഈ യുദ്ധത്തിന്റെ ഗണിത ശാസ്ത്രം. അതിനെ ഡീകോയ് ചെയ്യാൻ അമേരിക്ക പഠിച്ചു. ഒരേ സമയത്ത് വീണപ്പോൾ സ്തംഭിച്ചു പോയി. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ഇറാൻ സ്തംഭിച്ചു പോയത്? ഇറാൻ അവിടെയാണ് സ്തംഭിച്ചു പോയിരിക്കുന്നത്, ഒരേ സമയത്ത് വീണപ്പോൾ. ഇനി എന്തുകൊണ്ട് ഇറാന്റെ അവർക്കുണ്ട്, തീർച്ചയായും അവർക്ക് ഈ ഹോം ഗ്രോൺ സിസ്റ്റം ആയിട്ടുള്ള ബവറൊക്കെ ഉണ്ട്. അതായത് അവരുടെ പ്രതിരോധ സംവിധാനം S-300, S-400 ഇല്ല, S-300 ഉണ്ട്. എന്തുകൊണ്ട് ഇവയൊന്നും പ്രവർത്തിച്ചില്ല? അതിന് വളരെ സംഭവം എന്ന് പറയുന്നത്, അമേരിക്കൻ സൈന്യത്തിന്റെ അന്തരീക്ഷം മുതൽ നീലം വരെ ഏകോപിപ്പിക്കാനുള്ള ഇലക്ട്രോണിക് സംവിധാനം, സൈബർ ഓപ്പറേഷൻ പ്രയോഗിച്ചു. അത് ഇറാന്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ, തെറ്റായ വിവരങ്ങൾ ആദ്യമേ അവർ നിക്ഷേപിക്കും. അതിൽ റോങ് ഡേറ്റ ഇൻജക്ട് ചെയ്യും. അവരുടെ ഈ സിസ്റ്റം ഉണ്ട്, സ്പെക്ട്രം ഉണ്ട്. അപ്പൊ ഒന്നും കാണാൻ സാധിക്കില്ല, ഒന്നും കാണില്ല. അങ്ങ് തെറ്റായ വിവരം കിട്ടുമ്പോൾ ഓൾ കൊളാപ്സ് ചെയ്ത് ഡീകോയ്കളെ, അതിന് തെറ്റായ വിവരം ആദ്യം ഇൻജക്ട് ചെയ്തിട്ട് ഒരുപാട് ഡീകോയ്കൾ, ഒരു കൂട്ടമായിട്ടുള്ള വിമാനം വരുന്നതായിട്ട് കാണിച്ചു കൊടുത്തിട്ട് അവന്മാര് തകർത്തു. ആ ഗ്യാപ്പിൽ കൂടെ F-22 റാപ്റ്റർ, അവൻ നിർത്താതെ പറക്കുന്ന കൊലയാളിയാണ് റാപ്റ്റർ. അവനെ നിലത്ത് നിർത്തിയാൽ വൻ പ്രശ്നമാണ്, അവൻ പറന്നുകൊണ്ടേയിരിക്കും. F-22 റാപ്റ്ററും F-35 ലൈറ്റ്നിങ്ങും ഡീകോയ് ആയിട്ട് കാണാൻ സാധിക്കില്ല. ഇലക്ട്രോണിക് വാർഫെയറിൽ റോങ് ഇഞ്ചക്ഷൻ, ഡേറ്റ ഇഞ്ചക്ട് ചെയ്തു. രണ്ടാമത്തെ ഡീകോ, ചുറ്റുപാടും വലിയ വിമാനങ്ങളുടെ ഒരു കൂട്ടം. പക്ഷെ ഒറ്റ വിമാനം ഉണ്ടാവുള്ളൂ. അതാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ആരോ പറഞ്ഞു വിമാനം താഴെ വീണു. ഈ ഡീകോയ് ആയിട്ടുള്ള വിമാനമാണ് താഴെ വീണിരിക്കുന്നത്. ഒരു 10-30 വിമാനങ്ങളെ ഒരുമിച്ച് കാണിക്കും സ്ക്രീനിൽ. അവരപ്പോ തകർന്നു പോകുന്നതായിരിക്കും. ആ ഗ്യാപ്പിൽ അവൻ കയറി കൂടി. അവനും ഈ പറയുന്ന ജെറാഡ് ഫോളും കാണിച്ചു വെച്ചത് അതെല്ലാം ഒരുക്കം, വല്ലാത്ത ഒരുക്കമാണ്. ഇനി പറഞ്ഞുതരാം ഖമേനിയെ പറ്റി. ഖമേനിയുടെ മരണ വാർത്ത ആദ്യമായി ഇസ്രായേൽ പുറത്തു വിടുന്നു, ട്രംപ് പുറത്തു വിടുന്നു, അതിനുശേഷം ഇറാൻ പങ്കുവെക്കുന്നു. സംഭവം എന്ന് പറയുന്നതിന് പൊന്നുമക്കളെ, മൊസാദ് ഉള്ളിൽ കയറി കൂടിയിരിക്കുകയാണ്. ചില്ലറ സംഭവമൊന്നും അല്ല. അതിനെപ്പറ്റി നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കണം. അതായത് ഖമേനിയെ കൊന്നത് മാത്രമല്ല, മൊസാദ് വളരെ ആഴത്തിൽ കയറി കൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ ബോഡിയുടെ ചിത്രം എടുത്ത് നെതന്യാഹുവിനും ട്രംപിനും അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സുരക്ഷാ വലയത്തിൽ
കയറിക്കൂടി വർഷങ്ങളോളമായി ഖമേനിയുടെ സുരക്ഷാ വലയത്തിൽ കയറിക്കൂടി ആരോ ആണ്, ഒരു ഏജന്റാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ അമേരിക്കയുടെ ഒരുപാട് ബേസിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും എവിടെ എത്തും, അവിടെ ചെല്ലും നമുക്ക് അറിഞ്ഞുകൂടാ. യുദ്ധം നീണ്ടു പോകുമോ നമുക്കറിയില്ല. എന്റെ വീടിന് ഉദ്ദേശം എന്ന് പറയുന്നത് അമേരിക്ക എങ്ങനെയാണ് പാമ്പിന്റെ തല തല്ലി തകർത്തിരിക്കുന്നത്. ഖമേനിയുടെ അടുത്ത് തന്നെ ആരോ ഉണ്ടായിരുന്നു.